രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആത്മാവിൻ്റെ രഹസ്യം തേടിയുള്ള യാത്ര, മരണത്തിൻ്റെ രഹസ്യം തേടിയുള്ള യാത്ര, അതാരംഭിക്കാൻ കേവലം ഒരു 14 ദിവസം നിങ്ങൾ കാത്തിരുന്നാൽ മതി. അതായത് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? മരിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് സംഭവിക്കുന്നു? അതോ മരണത്തോടെ എല്ലാം അവസാനിക്കുകയാണോ? പല പല ഘടകങ്ങൾ ചേർന്ന ഈ ശരീരം മരിച്ചു കഴിയുന്നതോടുകൂടി ആ ഘടകങ്ങളെല്ലാം മണ്ണിലരിയുന്നു, അല്ലെങ്കിൽ തീക്കകത്ത് ദഹിക്കുന്നു. പിന്നെ അങ്ങനൊരു വ്യക്തിയുമില്ല, ആത്മാവുമില്ല. അങ്ങനെയാണോ? അതോ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആത്മാവ് ജീവിക്കുന്നുണ്ടോ? മരണത്തെക്കുറിച്ച് നിരവധി സംശയങ്ങളാണ്. ഈ ആത്മാവ് മറ്റൊരു ശരീരത്തിൽ കയറി വീണ്ടും പുനർജന്മമായി വരുമോ? നമ്മുടെ ഏറ്റവും വലിയ ആദി മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മരണത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ നമുക്ക് ഒടുങ്ങാത്തതാണ്. പക്ഷേ എന്തിനാണ് മനുഷ്യനെ ഇത്ര ജിജ്ഞാസ? മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായി ആധികാരികമായി പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. മരണത്തെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്, വിപണിയിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇതൊന്നും ആധികാരികമല്ല, വെറുതെ ഓരോ ഊഹങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോകുന്നതാണ്. മരണത്തെക്കുറിച്ച് ലോകത്ത് ഏത് ഭാഷയിലും ഇന്നുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഒരേ ഒരു പുസ്തകം മാത്രമാണ് ശാസ്ത്രീയമായ രീതിയിൽ ആധ്യാത്മികതയെ അവതരിപ്പിച്ചിട്ടുള്ളത്. ശാസ്ത്രീയമായ രീതിയിൽ ആധ്യാത്മികതയെ അവതരിപ്പിക്കുകയും വളരെ കൃത്യമായി മരണത്തെ തലനാരിഴ കീറി പരിശോധിച്ച് ഇറങ്ങിയിട്ടുള്ള ഒറ്റ പുസ്തകം മാത്രമേ ഉള്ളൂ. നിരവധി പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ആധികാരികമെന്ന് പറയുന്നത് ഒറ്റ പുസ്തകമാണ്. അതാണ് കഠോപനിഷത്ത് എന്ന് പറയുന്നത്. ഉപനിഷത്തുകൾ മനുഷ്യരാശിക്ക് ലഭിച്ചിട്ടുള്ള വരങ്ങളാണെന്നറിയുക. ഓർമ്മിക്കുക, ഉപനിഷത്ത് ഹിന്ദുവിൻ്റേതല്ല, ക്രിസ്ത്യാനിയുടേതല്ല, മുസ്ലിമിൻ്റേതല്ല, പാഴ്സിയുടേതല്ല, എല്ലാവരുടേതുമാണ്. ഈ കഠോപനിഷത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പാഴ്സികളും ജൂതന്മാരും എല്ലാം കേൾക്കേണ്ടതാണ്. കാരണം ഇതിനകത്ത് ദൈവമില്ല. ഇതിനകത്ത് ദൈവത്തെക്കുറിച്ചോ ദൈവീകതയെക്കുറിച്ചോ ഒന്നുമല്ല ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് പറയുന്നത് ഒരേ ഒരു കാര്യം, വാട്ട് ഈസ് ഡെത്ത്? എന്താണ് ഡെത്ത്? മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഇത് സത്യം പറഞ്ഞാൽ ഇത് തുടങ്ങുമ്പോൾ ഒരു പ്രാർത്ഥനാ ശ്ലോകമുണ്ട്. ആ ശ്ലോകം പോലും ഒരു മതത്തിൻ്റേതുമല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആ ശ്ലോകം പോലും ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ചുള്ളതാണ്. അപ്പം അങ്ങനെ ഇത് ഏതാകുന്നു? ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും എല്ലാം വേണ്ടിയുള്ളതാകുന്നു. അവരെല്ലാവരും ഇത് കേൾക്കണം. കാരണം മരിച്ചു കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്നത് നമ്മുടെ ഉള്ളിലെ വലിയ ജിജ്ഞാസയാണ്. അപ്പം ഞാൻ പറയുന്നത് ക്രിസ്ത്യനും മുസ്ലിമും പാഴ്സികളും ജൂതന്മാരും എല്ലാം ഇത് കേൾക്കണം. കേട്ടിട്ട് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ എന്തു പറയുന്നു താരതമ്യം ചെയ്ത് നിങ്ങൾ നോക്കുക. കാരണം ഇവിടെ ദൈവത്തെക്കുറിച്ചല്ല, ദൈവത്തെക്കുറിച്ചോ ദൈവത്തിൻ്റെ ശക്തിയോ കുറിച്ചോ അല്ല, ഡെത്ത്, മരണം. അതാണ് കഠോപനിഷത്ത്. കൃഷ്ണ യജുർവേദത്തിൻ്റെ കഠശാഖയിൽ പരാമർശിക്കപ്പെടുന്ന ഒന്നാണ് കഠോപനിഷത്ത്. വേദങ്ങളുടെ അവസാന ഭാഗത്ത് വരുന്നത് കൊണ്ട് ഉപനിഷത്തുക്കളെ വേദാന്തങ്ങളെന്നും വിളിക്കാറുണ്ട്. ഈ വേദാന്തമൊക്കെ കേട്ടിട്ട് ഹിന്ദുവിൻ്റെ എന്നൊന്നും കരുതരുത്. അങ്ങനെ അല്ല. വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അറിവിന് അർത്ഥം, അറിവിൻ്റെ അവസാനം എന്നാണ് അർത്ഥം. അറിവിൻ്റെ അവസാനം. അപ്പം ശരിക്കും ഉപനിഷത്തുക്കൾ എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ച് അറിയണോ, ഉപനിഷത്ത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു പുസ്തകം, വേറൊരു കാര്യം അന്വേഷിക്കേണ്ടതില്ല. നിങ്ങളുടെ അറിവ് തേടിയുള്ള യാത്ര അവിടെ അവസാനിപ്പിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഉപ എന്ന് പറഞ്ഞാൽ സമീപത്ത് എന്നാണ് അർത്ഥം. സമീപത്ത്. നിഷ എന്ന് പറഞ്ഞാൽ നയിക്കുക. ഷത് എന്ന് പറഞ്ഞാൽ നയിക്കുക. അപ്പോൾ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ സമീപത്തേക്ക് നയിക്കുന്നത്.
എന്തിൻ്റെ സമീപത്തേക്ക് നയിക്കുന്നത്? സത്യത്തിൻ്റെ സമീപത്തേക്ക് നയിക്കുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന സത്യമായി നമുക്കറിയണം. അങ്ങനെ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ സമീപത്തേക്ക്, സമീപം എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ഷത് എന്ന് പറഞ്ഞാൽ നയിക്കുക, സത്യത്തിൻ്റെ സമീപത്തേക്ക് നയിക്കുന്നത്. മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ ആധുനിക ശാസ്ത്രം പോലും പകച്ചു നിൽക്കുകയാണ്. മരണം എന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണ്. അതുപോലെ അത്ഭുത പ്രതിഭാസമാണ് ജീവിതം എന്ന് പറയുന്നത്. രണ്ടും അത്ഭുതങ്ങളാണ്. പക്ഷേ മരണത്തെ നമ്മൾ വെറുക്കുന്നു, ജീവിതത്തെ നമ്മൾ സ്നേഹിക്കുന്നു. അതാണ് പ്രശ്നം. മരണം എന്നത് സുനിശ്ചിതമാണ്. എന്നാൽ മരണസമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ആർക്കും അറിയാം. മരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും എന്ന് ഒരു മനുഷ്യർക്കും അറിഞ്ഞൂടാ. ആധുനിക ശാസ്ത്രം ഇന്നും നിസ്സഹായരായി നിൽക്കുകയാണ്. പിന്നെ ഊഹാപോഹങ്ങളുടെ ഒരു ബഹളമാണ്. പിന്നെ മതഗ്രന്ഥങ്ങൾ അവരുടെ വിശ്വാസം നമ്മളിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ ശാസ്ത്രം പറയുന്ന ഒരു സത്യവും കൂടെ നിങ്ങൾ അറിയണം. അതായത് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിർലോസ് ഫോട്ടോഗ്രാഫികൾ വെച്ചു. ഇതിനെക്കുറിച്ച് താല്പര്യമുള്ള യൂറോപ്യൻസ്, കിർലോസ് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ഒപ്പിയെടുക്കുന്നതാണ് കിർലോസ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പം അവരെല്ലാം കണ്ടിരിക്കുന്നത് മരണസമയത്ത് ഒരു വെളുത്ത പുകമഞ്ഞു പോലത്തെ ഒരു സാധനമാണ് പുറത്തേക്ക് വരുന്നതെന്നാണ്. ഇതിനെ, അതായത് ഈ യൂറോപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ICUവിനകത്ത് ഈ കിർലോസ് ഫോട്ടോഗ്രാഫി മരിച്ചു. ലോകത്ത് എവിടെ പതിച്ചിട്ടുണ്ടായിരുന്നു. ലോകത്ത് എവിടെ ഏത് മനുഷ്യൻ മരിച്ചാലും അവൻ്റെ ദേഹത്ത് നിന്ന് പുകമഞ്ഞു പോലൊരു സാധനം പുറത്തേക്ക് വരുന്നു. ഇതിനെ എക്ടോപ്ലാസം എന്നാണ് വിളിക്കുന്നത്. ഈ എക്ടോപ്ലാസത്തിന് ഏതു രൂപവും പ്രാപിക്കാനുള്ള കഴിവുണ്ട് എന്ന് ശാസ്ത്രം വിശ്വസിക്കുന്നു. അത് തെളിയിക്കാൻ വേണ്ടിയുള്ള പരീക്ഷണമാണ്. ഈ പുകമഞ്ഞ് പോലെയുള്ള സാധനത്തെ ശാസ്ത്രം എക്ടോപ്ലാസം എന്ന് വിളിക്കുന്നു, നമ്മൾ ആത്മാവെന്ന് വിളിക്കുന്നു, ബുദ്ധൻ ദൈവീകത എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും വിട്ടുവിളിക്കാം. അപ്പം ശാസ്ത്രം പോലും തോറ്റു നിൽക്കുന്നിടത്ത് ശാസ്ത്രീയമായി തന്നെ ബ്രഹ്മജ്ഞാനത്തെ അവതരിപ്പിക്കുന്ന ഒരേ ഒരു പുസ്തകമാണ് കഠോപനിഷത്ത്. അപ്പം നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് അറിയണമോ, മരിച്ചു കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു എന്നറിയണോ, ഉപനിഷത്തുകൾ പഠിപ്പിക്കണമോ? കഠോപനിഷത്ത് കഴിഞ്ഞാൽ ഉടൻ അതിപ്രധാനമായ മാണ്ഡൂക്യ ഉപനിഷത്ത്. അങ്ങനെ ഉപനിഷത്തുകൾ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഈ ഉപനിഷത്തിൻ്റെ ക്ലാസ് ഇറക്കുന്ന നിമിഷം നിങ്ങളുടെ കൈകളിൽ അത് എത്തുന്നതായിരിക്കും. നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള യാത്ര ഓഗസ്റ്റ് 6-ാം തീയതി ബുധനാഴ്ച ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 6-ാം തീയതി ബുധനാഴ്ച ദിവസം 12 മണിയാകുമ്പോൾ നിങ്ങൾക്ക് കഠോപനിഷത്തിൻ്റെ ആദ്യത്തെ ക്ലാസ് കയ്യിൽ കിട്ടുന്നതാണ്. അതെ, മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞുള്ള ആത്മാവിൻ്റെ യാത്രകളെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുകയാണ്. കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്താൽ ഉപനിഷത്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ, ഉപനിഷത്ത് എല്ലാ മതവും, അതിനകത്ത് ദൈവവും ജാതിയും മതവും ഒന്നുമില്ല. നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പം നമുക്കെല്ലാവർക്കും ഒന്നിച്ച്. പിന്നെ കഠോപനിഷത്തിൻ്റെ പുസ്തകം എല്ലാ ബുക്ക് സ്റ്റാളിലും കിട്ടുന്നതാണ്, ഓൺലൈനിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പുസ്തകമില്ലാത്തവരും വിഷമിക്കേണ്ട. പുസ്തകമില്ലാത്തവർക്ക് വേണ്ടി ഈ ശ്ലോകങ്ങൾ ഞാൻ വീഡിയോയ്ക്കകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. അതൊന്ന് പോസ് ചെയ്യുക. അത് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. 4 വരിയാണ് എഴുതിയെടുക്കാൻ പറ്റാത്തവർ അത് സ്ക്രീൻഷോട്ട് എടുത്ത് കമ്പ്യൂട്ടർ സെൻറ്ററിൽ കൊടുത്താൽ അവരെടുത്തു വരും. അപ്പോൾ പുസ്തകമില്ലെങ്കിലും വിഷമിക്കേണ്ട. അപ്പം മരണത്തെ തേടി, ആത്മാവിനെ തേടിയുള്ള യാത്ര ഓഗസ്റ്റ് 6-ാം തീയതി ബുധനാഴ്ച 12 മണിക്ക് നമുക്ക് ആരംഭിക്കാം. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം
രാസേശ്വരി രാധികായേ സ്വാഹ.